പ്രശസ്ത എഴുത്തുകാരി ബി ഇന്ദിരയ്ക്ക് ഉണ്മയുടെ അക്ഷരദക്ഷിണ പുരസ്കാരം സമർപ്പിച്ചു. തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ ജോർജ് ഓണക്കൂറാണ് പുരസ്കാര സമർപ്പണം നടത്തിയത്. ഇതോടനുബന്ധിച്ച് എസ് ബാലഗോപാൽ രചിച്ച സ്നേഹപ്പച്ചകൾ എന്ന കഥാസമാഹാരവും അദ്ദേഹം പ്രകാശിപ്പിച്ചു. ആർ പാർവതീദേവി പുസ്തകം ഏറ്റുവാങ്ങി. ഇപ്പൊ ഓരോ എഴുത്തുകാരനും ഓരോ പ്രസാധകനാണ്. അയാൾ തന്നെയാണ് അയാളുടെ വായനക്കാരൻ. അയാൾ തന്നെയാണ് അയാൾക്ക് അവാർഡുകൾ സംഘടിപ്പിക്കുന്നത്. ഈ ഒരു കാലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇരിക്കട്ടെ. അപ്പൊ അതിനിടയിലാണ് ഈ ടീച്ചർ നിൽക്കുന്നത്. 50 പുസ്തകം എഴുതിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പാട് തന്നോളൂ, തന്നില്ലെങ്കിൽ ഒരു പുല്ലുമില്ല, വീണ്ടും ഞാൻ എഴുതുന്നില്ല. നിഷേധമല്ല, ആത്മവിശ്വാസമാണ്. ചടങ്ങ് മുൻ മന്ത്രി പന്തളം സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വിഷമമുള്ള ഒന്നാണ് ബാലസാഹിത്യം എഴുതാൻ എന്നാണ് എൻ്റെ ഒരു പക്ഷം. പക്ഷെ ആ രംഗത്ത് മികച്ച സംഭാവനകൾ നമുക്ക് നൽകിയിട്ടും വേണ്ട ഒരു പരിഗണന അത് തന്നെയാണ് ഷാനവാസ് അല്പം പ്രതിഷേധത്തിന്റെയും ഒരു വേദനയുടെയും ഭാഷയിലൂടെ അവതരിപ്പിച്ചത്. എഴുത്തുകാരൻ ഷാനവാസ് പോങ്ങനാട് അധ്യക്ഷത വഹിച്ചു. സാഹിത്യ അക്കാദമി വേറൊരു അവാർഡും കൊടുത്തില്ലെങ്കിലും സമഗ്ര സംഭാവന പുരസ്കാരം എന്ന് പറഞ്ഞൊരു അവാർഡ് 4-5 പേർക്ക് കൊടുക്കും. എല്ലാ വർഷവും കൊടുക്കും. അത് വഴിയെ പോകുന്ന എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഞാനത് വളരെ ഖേദത്തോടു കൂടി പറയാം. അവരും കാണുന്നില്ല. ഒരു സമഗ്ര സംഭാവന പുരസ്കാരം കിട്ടാൻ, അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം കിട്ടാൻ എന്തുകൊണ്ടും യോഗ്യയാണ് ഈ ഇന്ദിര. ആർ പാർവതീദേവി, ശ്രീകുമാർ മുഖത്തല, പൂർണിമ ടിഒ എന്നിവർ സംസാരിച്ചു. നൂറനാട് മോഹൻ സ്വാഗതം ആശംസിച്ചു. ഈ പുരസ്കാരം പെട്ടെന്നുണ്ടാക്കിയതല്ല. ഡോക്ടർ സുകുമാർ അഴീക്കോട് ഉദ്ഘാടനം ചെയ്ത് ആദ്യത്തെ എഴുത്തുകാരന് നൽകിയിട്ടുള്ള ഒരു പുരസ്കാരമാണിത്. ഉണ്മ അക്ഷര ദക്ഷിണ പുരസ്കാരം. ബി ഇന്ദിര, എസ് ബാലഗോപാൽ എന്നിവർ മറുപടി പ്രസംഗം നടത്തി.